ആ മഹാമനസ്കനെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹസമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊണത്താപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കപ്പയോ മീനോ കൊഞ്ചോ കള്ളോ എല്ലാം എന്റെ വക. അടിച്ച് കേറി വാ. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. നമ്മൾ ഇനി കാണും, ഈ കടം വീട്ടും. അടിച്ചു കയറി വാ, ഒന്ന് അടിച്ചു കയറ. ഹലോ, വെൽക്കം ടു താടി ബോട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് അടിച്ചു കയറി വാ. എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വാ. ഇപ്പോ എവിടെ തിരിഞ്ഞാലും ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും റീലും എല്ലാ സംഭവങ്ങളും അടിച്ചു കയറി വാ, അടിച്ചു കയറി വാ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കിത് ആദ്യം കണ്ട സമയത്ത് മനസ്സിലായില്ല, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഈ ഡയലോഗ് ജലോത്സവം എന്ന് പറയുന്ന പടത്തിലെ നമ്മുടെ ഒരു റിയാസ് ഖാൻ എന്ന് പറയുന്ന നടനുണ്ടല്ലോ, നമ്മുടെ മലയാള സിനിമയിൽ ഹിന്ദി നടനെ പോലെ ലുക്ക് വൈസിലും പേരിലും ഒക്കെ തോന്നിക്കുന്ന ഒരൊറ്റ നടനുണ്ട്. ആരാണെന്നല്ലേ? ആരാണ്? റിയാസ് ഖാൻ. റിയാസ് ഖാൻ ഇപ്പോൾ എയറിലാണ്. കാരണം ഒരൊറ്റ ഡയലോഗ് 20 കൊല്ലം മുമ്പ് ജലോത്സവം പടത്തിൽ പറഞ്ഞ ഒരൊറ്റ ഡയലോഗുണ്ട്. അടിച്ചു കേറി വാറ മക്കളെ. ജലോത്സവം, അതുപോലെ നമ്മുടെ ബാലേട്ടൻ, പിന്നെ കൊച്ചി രാജാവില് നമ്മുടെ രംഭയുടെ ബ്രദർ, പിന്നെ എന്താ പറയാ, അങ്ങനെ പിന്നെ ഗജനി, പിന്നെ തന്നെ ഇതിൽ ഒരുപാട് പടങ്ങൾ എല്ലാ ഭാഷകളിലും ആള് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ റിയാസ് ഖാൻ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ റിയാസ് ഖാൻ ജലോത്സവം പടത്തിൽ ഒരുപാട് കാലം മുന്നേ ഇറങ്ങിയ പടമാണ്. ആ പടം ഫ്ലോപ്പായി പോയി. പക്ഷെ അതിൽ അന്ന് പറഞ്ഞ ഡയലോഗ് അന്ന് അത്രയും റീച്ച് ഇല്ലാതിരുന്നിട്ടു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദാ ഇപ്പൊ റീച്ചായി. അടിച്ചു കയറി വാ എന്ന് കളിച്ച ആ സിനിമയില് ദുബായ് ജോസ് എന്നുള്ള ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന നമ്മുടെ ഈ റിയാസ് ഖാൻ ചെയ്തത്. അപ്പൊ ആ പുള്ളിയുടെ എല്ലാ ഇമോഷൻസിലോ ഡയലോഗ് സംസാരിക്കുമ്പോഴും ഒക്കെ ഈ അടിച്ചു കയറി വാ എന്നുള്ള ഡയലോഗുകൾ പറയുന്നത് ഒരു രീതിയായിരുന്നു. സിബി സാറാണ് ആ പടം ഡയറക്റ്റ് ചെയ്തത്. നമ്മുടെ ചാക്കോച്ചനാണ് നായകൻ. അപ്പൊ ആ പടത്തിൽ ആ ഡയലോഗ് നമ്മൾ അന്ന് അത് കാണുമ്പോൾ എൻജോയ് ചെയ്തായിരുന്നു. പക്ഷെ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആളുകളെ മനസ്സിലിരിക്കും. അത് ഇതുപോലെ വൈറലായി, റീച്ചായി, ട്രെൻഡിങ് ആയി, എല്ലാവരും എടുത്ത് അമ്മാനം ആടുന്നു. റിയാസ് ഖാൻ പോലും വിചാരിച്ചില്ല നമ്മളാരും. അപ്പൊ ഇന്നത്തെ റിയാസ് ഖാൻ അതേ പറ്റി പറയുന്നതാണ്. കൂടെ നമ്മുടെ ശ്രീധറുണ്ട് കൊച്ചി രാജാവിലും, ഈ പറയുന്ന ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ ടർബോയിലും ഈ പറയുന്ന ശ്രീധറും നമ്മുടെ റിയാസ് ഖാനും ഉണ്ട്. ടർബോലെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ ചിരിച്ചു വയ്യ. ഞാനൊക്കെ ഒരുപാട് ചിരിച്ച ഒരു സീനാണ്. ഡിസിസ എന്ന് പറഞ്ഞ കണ്ടു കാണാത്ത ഒരു ഷൂട്ടറായിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോക്ക് റിയാസ് ഖാന്റെ ശ്രീധറിന്റെ ആണ്. അപ്പൊ നേരെ നമുക്ക് അടിച്ചു കയറി വാ. ഈ സിനിമയില് ഈ ക്യാരക്ടർ വരുമ്പോ തന്നെ ജനം ചിരിക്കാൻ തുടങ്ങും. അതൊന്നാമത് ജനത്തിന്റെ മനസ്സിൽ കിടക്കുന്നത് അടിച്ചു കയറി മക്കളെ. ഈ സാധനം കിടക്കുന്നത് കൊണ്ട് തന്നെ കാണിക്കും. പിന്നെ റിയാസ്കയുടെ ആ സാധനം പെർഫോമൻസ് കൂടെ വന്നപ്പോഴത്തേക്ക് ആളുകളങ്ങ് ചിരിക്കാൻ തുടങ്ങി. പിന്നെ ആ സിനിമയിലെ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ എന്താ പറയുക ഡിക്രൂസിന്റെ. എന്നെ നാദർഷ വിളിച്ച് ഫസ്റ്റ് ഞാൻ സിനിമയെ പറ്റി പറയാം. എടാ നിന്റെ സീന് ഭയങ്കര ചിരി കേട്ടോ. ഞാൻ പറഞ്ഞു നിക്ക് അത് സിനിമ ഇത് പറ, റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ, വേഗം അത് സിനിമ കാണാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ചിരിപ്പിച്ച് വരികയാണ്. പിന്നെ വെടിവെക്കുമ്പോൾ ഓടിക്കളയണോ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഇടയ്ക്ക് മെയിൻ വെടിക്കാരൻ വന്നെങ്കിൽ ഞങ്ങള് ടർബോ ജോസ് കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതിലെ റിയാസ് ഖാന്റെ ക്യാരക്ടർ ഒരു ഷൂട്ടറായിട്ട് വരുന്നതാണ്. പക്ഷെ കോമഡിയാണ്. പുള്ളി വരുമ്പോ തന്നെ ലുക്ക് വൈസ് തന്നെ നമ്മൾ ചിരിക്കും. പിന്നെ ആളുടെ ഡയലോഗുകൾ, സോഡ ഗ്ലാസ് ഒക്കെ വെച്ച് ആള് വെടിവെക്കുന്നതൊക്കെ വേറെ സ്ഥലത്തേക്ക് നമുക്ക് ചിരിച്ച് വയ്യാതെ ആളുടെ ഡയലോഗുകളും ആക്ഷൻസും കണ്ടു കഴിഞ്ഞാൽ ആ പടത്തിൽ ഏറ്റവും ചിരിപ്പിച്ചത് ഈ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോ റിയാസ് ഖാൻ ഇപ്പൊ ഇവർ രണ്ടുപേരും, ശ്രീധറും ഈ റിയാസ് ഖാനും ഇപ്പൊ ഈ ഫിലിമിലാണ് ഏറ്റവും അധികം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് പണ്ട് ചെയ്ത ജലോത്സവം പടത്തിലെ ഈ അടിച്ചു കയറി വാ എന്നുള്ള ഈ ഒരു ഡയലോഗുകൾ ഇപ്പൊ വീണ്ടും ഹിറ്റായിരിക്കുന്നത്. എത്ര പേര് ആ പടം കണ്ടുണ്ടാവുമെന്ന് പോലും അറിയില്ല. പക്ഷെ അതൊരു ഹിറ്റ് പടാവുമെന്ന് അന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ഫ്ലോപ്പായി പോയി. പക്ഷെ അതിലെ ഡയലോഗ് ഇന്നും ആളുകളുടെ മനസ്സിലുണ്ട്. റിയാസ് ഖാൻ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോ അതിന്റെ ഓർമ്മകളാണ്
മറ്റേ ഒരു സോഡ കപ്പി കണ്ണാടി ഷാർപ്പ് ഷൂട്ടറിന് വലിയ പോയിന്റ് പടത്തിൽ കണ്ണ് കാണൂല. കണ്ണ് കാണാത്ത ഷാർപ്പ് ഷൂട്ടറാണ് ഈ ഷാർപ്പ് ഷൂട്ടർ. പക്ഷെ അത് ഞാൻ പെട്ടുപോയി. അതായത് വലിയ സോഡാപ്പുട്ടി കണ്ണാടി ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇട്ടാൽ കണ്ണ് കാണൂല. ഈ കണ്ണ് കാണണമെങ്കിൽ ഞാൻ എൻ്റെ ഒറിജിനൽ കണ്ണിൽ അതിൻ്റെ ലെൻസ് വെക്കണം. ഇത് രണ്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുധീർ അവിടെ നിൽക്കുന്ന പോലെ കാണണം. രണ്ടുപേരാണ് കൈപിടിച്ച് നടന്ന് സ്ഥലത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് ഷാജി ക്യാമറമാൻ ലുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് തിരിയാൻ വലിയ പാട്. റൈറ്റാ ഏതാണ് റൈറ്റ്? അപ്പോൾ ഞാൻ ദീപകിനെ വിളിക്കും. ദീപകെ ഈ റൈറ്റിൽ എൻ്റെ തല തിരിച്ച് ഇതാണ് പൊസിഷൻ. ഓക്കെ എനിക്ക് ഇങ്ങനെ ആയല്ലേ ആയി പോണത്. ആ പടത്തിൽ സുധീർ ഇടയ്ക്ക് ഈ സൈലൻസറൊക്കെ വീണു പോവില്ലേ, അത് ഒറിജിനലി വീണു പോയതാണ്. എനിക്ക് കണ്ണ് കാണാൻ പോയ എനിക്ക് ഇത് ഇട്ടിട്ടേ ഇത് പിടിക്കാൻ എനിക്ക് കുറേ സമയമാണ്. ഇങ്ങനെ ഇട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞാൻ റിയലായിട്ട് ചെയ്തതാണ്. പക്ഷേ മോണിറ്ററിൽ അത് കോമഡി പോയി ചെയ്ത് ഈ കൊണ്ടുവന്ന ഗണ്ണില്ലേ, ഈ ഗണ്ണ് പുതിയ ഗണ്ണൊന്നുമില്ല. സൈലൻസർ വേറെ ഏതോ ഗണ്ണിന്റെ, പിടി വേറെ ഏതോ ഗണ്ണിന്റെ, വേറെ അസംബിൾ ചെയ്ത് കൊണ്ടുവന്നിരിക്കും. എന്നിട്ട് അവിടെ കിടന്ന് കൊണ്ടുവന്ന ആളില്ലേ കിടന്ന് ഭയങ്കര ഫിറ്റിങ് അത് തീർന്ന് ആവശ്യം വല്ല നടക്കുമെന്ന് കണക്ക്. ഇപ്പൊ ശരിയായിട്ട് സാറിന് നേരത്തെ ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തന്ന് അത് ആട്ടിയാ നിലത്ത് വീണുപോകും. ഞാനൊരു ഷോട്ട് ഇങ്ങനെ നിലത്ത് വീണുപോയി. ഞാനിത് അഴിച്ച് ഒന്നും കാണാൻ വയ്യ. അപ്പോൾ അത് ഒറിജിനൽ തന്നെ ചെയ്തു. ഒന്നും കാണാനും വയ്യ. എടുത്ത് മാറ്റി വെച്ച് വീണ്ടും കണ്ണാടിയിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്തു. അതായത് ഭയങ്കര രസമായിട്ട് അതായത് പിന്നെ ലാസ്റ്റ് ഈ മുട്ട നേരത്തെ മരിച്ചല്ലേ. അത് ഡബ്ബിങ് നമ്മൾ ഡബ് ചെയ്യില്ലേ, ഡബ് ചെയ്യപ്പോൾ ഓർഡറിൽ ചിലത് കാണും, ചിലത് ഓർഡർ മാറി വരൂലേ. അപ്പോൾ ഓർഡർ മാറി വന്നപ്പോൾ ഞാൻ നേരത്തെ വെടിവെച്ച് കഴിഞ്ഞു ടിഷൻ. അപ്പോൾ വേറെ മുട്ടപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞതാണ് ദീപകിനോട്, ദീപക് ഈ മുട്ടയില്ല ഞാൻ നേരത്തെ വെടിവെച്ചത്. കറക്റ്റാണ് അതാണ് പറഞ്ഞാൽ അതെങ്ങനെ ചിരിയായിരുന്നു. അല്ല ഞാൻ നേരത്തെ പറയണ്ടേ ഒരു വർക്കൗട്ട് ഇട്ടു. എനിക്ക് ഈ സംഭവം ഈ ദുബായ് ജോസിന് ഞാൻ ജലോത്സവം കണ്ടു മറന്നു, പക്ഷേ ഈ അടിച്ചു കയറുകയെന്നുള്ളത്. അപ്പോൾ ഞാനും റിയാസ് ഭായി അങ്ങോട്ട് ഒരു വർക്കൗട്ട് ഗോൾസിമി വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടു. അതിൻ്റെ അടി മുഴുവൻ കമൻറ്റ്സ്, അത് ഒരുപാട് പേര് കണ്ടു. ഏതാണ്ട് 10 മില്യനോ എൻ്റെ അടുത്ത ആളുകളാണ്. അപ്പോൾ കണ്ടപ്പോൾ നോക്കിയപ്പോൾ അതിനിടെ അടിച്ചു കയറുക മക്കളെ. അപ്പം ഞാൻ റിയാസ് ഭായി എന്താ സാധനം അടിച്ചു കയറും, അതെൻ്റെ ജലോത്സവത്തിൽ ഉണ്ടായാലോ അന്നാണ് ഞാൻ അറിയുന്നത് എങ്ങനെ ഒരു സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പറയണത് അറിഞ്ഞില്ലേ നിങ്ങളുടെ ഇക്ക ഏറില്ല എന്തേറില്ല പുള്ളികൾ പ്രശ്നം ഉണ്ടാകും. അല്ല ഭാസ്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കപ്പയോ മീനോ കൊഞ്ചോ കള്ളോ എല്ലാം എൻ്റെ വക. അടിച്ച് കയറി വാ. ഈ ഡയലോഗ് അന്ന് ആ പടത്തില് നമ്മൾ കാണുമ്പോ നമുക്ക് ഈ ഡയലോഗ് അത്രയ്ക്ക് ഇപ്പുള്ള ഈ ഒരു കോരിതിരിപ്പൊന്നും വന്നില്ലായിരുന്നു. അത് ഇടക്കിടക്ക് അത് പറയുന്നു, അങ്ങനെ പറഞ്ഞു പോകുന്നു, അങ്ങനെ ഒരു ഇതുള്ളൂ. പുള്ളി ഇടക്കിടക്ക് അത് പറയുന്നുണ്ട്. ഓരോ ഇമോഷണലാണെങ്കിലും ഓരോ ഡയലോഗ് പറയുന്നതിന്റെ ഇടയിലാണെങ്കിലും ദേഷ്യം വരുമ്പോഴാണെങ്കിലും അതിനത്ര ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആളിടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗ് എന്ന് വിചാരിച്ചിട്ട്. ചില ആളുകൾ അങ്ങനെ ഇടക്കിടക്ക് സ്ഥിരമായിട്ട് പറയുന്ന ഓരോ ഡയലോഗില്ല അതുപോലെ. പക്ഷെ ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അന്ന് ആ പടം കാണാത്തവരും ഇന്നത്തെ ജനറേഷനും ഒക്കെ ഇന്ന് റീൽസ് വഴി അല്ലെങ്കിൽ മറ്റേ ഫേസ്ബുക്ക് വഴി യൂട്യൂബ് വഴിയൊക്കെ ഈ ഡയലോഗ് റീച്ചായപ്പോ അതെടുത്ത് റീലുകൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അന്ന് കാണാത്ത ഇന്നത്തെ ജനറേഷനിലുള്ളവർക്ക് പോലും ഇങ്ങനൊരു നടൻ ഉണ്ടല്ലോ, അന്ന് അതാണല്ലോ ചെയ്തത് റിയാസ് ഖാൻ എന്നൊക്കെ അന്ന് ആ പടം കാണാത്തവരും ഈ റിയാസ് ഖാനെ അറിയാത്തവര് പോലും ചെറിയ പിള്ളേർക്ക് പോലും ഇന്നൊരു പക്ഷെ അടിച്ചു കയറി വാ എന്ന് റിയാസ് ഖാനെ കാണുമ്പോൾ അവര് പറയും. അത്തരത്തില് ഈ ഒരൊറ്റ ഡയലോഗ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. റിയാസ് ഖാൻ പോലും അത് വിചാരിച്ചിട്ടില്ല. വിവാഹം എന്ന് പറഞ്ഞ ഡയലോഗ് സിബി സാറ് ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിൽ ചെയ്തപ്പോൾ ഈ സംസാരത്തിനിടയിൽ ഇത് പറഞ്ഞു നോക്ക് റിയാസ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ട് പുള്ളിക്ക് തോന്നി. അപ്പോൾ സിബി സാർ പറഞ്ഞു ഇത് എല്ലാ ഇമോഷനിലും നമുക്ക് കയറ്റാമെന്ന് പറഞ്ഞു. സങ്കടത്തിലും ദേഷ്യത്തിലും കോമഡിയിലും നെവൈനാറ നമ്മൾ ഒരു കളിയാക്കുന്ന സീനുണ്ട്. അപ്പോൾ സോ ഓൾ ദി ഇമോഷൻസ് ഇത് വേരിയേഷനിൽ മാറ്റി പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് ദിസ് ഹാപ്പൺ. പക്ഷെ അന്ന് ഞങ്ങളെല്ലാവരും ഈ പടം ഇത്രയും ഇപ്പോൾ ആഘോഷിക്കുന്ന പോലെ ആ പടവും ഹിറ്റാകണം, ഇങ്ങനെ വരുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ സിബി സാറിന് 20 വർഷം കഴിഞ്ഞാണ് കിട്ടിയത്. എനിക്കും
അന്ന് ഈ ഡയലോഗ് ഇതുപോലെ ആളുകളുടെ ഇടയിൽ പ്രചാരത്തിലാവും, ആളുകൾ അത് ഏറ്റെടുക്കും എന്നൊക്കെ ഒരു രീതിയിലാണ് അന്ന് സിബിസാറും ആ സിനിമയിലെ ക്രൂരുള്ളവരും ഇവരടക്കം വിചാരിച്ചിരുന്നത്. പക്ഷെ അന്ന് അത് നടന്നില്ല. പക്ഷെ 20 കൊല്ലത്തിന് ഇപ്പൊ അത് നടന്നു. അതിന്റെ ഒരു സന്തോഷത്തിലും മേയറിലും ഹാപ്പിനെസ്സിലൊക്കെയാണ് റിയാസ് ഖാനും സുധീറും ഒക്കെ. എന്താ പറയാ, ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ ടർബോ പടത്തിലെ ഡിസൂസ എന്ന ക്യാരക്ടറും നല്ല കിടുക്കാച്ചി സംഭവമാണ്. നല്ല റോളാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇതുപോലെ പഴയ സിനിമകളിലെ ഒരുപാട് പാട്ടുകൾ വീണ്ടും സിനിമയിൽ വീണ്ടും വരുന്നു. പഴയ സിനിമയിലെ കുറെ ഡയലോഗുകൾ വീണ്ടും പുതിയ പടങ്ങളിൽ വരുന്നു. അത്തരത്തിലുള്ള ഒരു രീതി ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട്. നമ്മളത് എൻജോയ് ചെയ്യും. ഇത് ആ പടത്തിൽ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം എന്താണ് നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞ്, എല്ലാത്തിനും അതിന് സമയമുണ്ട് ദാസ എന്ന് പറയുന്നത്. അത് മുന്നേ നമ്മള് ശ്രീനിവാസനും മോഹൻലാലും പറഞ്ഞ ആ ഡയലോഗ് പ്രണവും അവരുടെ മക്കള് ധ്യാൻ ശ്രീനിവാസനും മോഹൻലാലും പറഞ്ഞപ്പോ നമുക്കത് അതിനേക്കാൾ സന്തോഷമായി. അതുപോലെ പഴയ പടങ്ങളിലെ പാട്ടുകൾ പുതിയ പടങ്ങളിൽ വരുമ്പോഴും നമുക്കത് നമ്മളപ്പോഴും അത് കൈനീട്ടി സ്വീകരിക്കും. ഇപ്പൊ ഇങ്ങനൊരു ഡയലോഗ്, അതും റിയാസ് ഖാൻ എന്ന് പറയുന്ന ഒരാള് പറഞ്ഞൊരു ഡയലോഗ് അന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും വൈകി വന്നപ്പോഴും അത് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും പറയുന്നത് കറക്റ്റാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ അത് അടിപൊളിയായി. കേറി വാ മക്കളെ. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് കേറി വാ. വീട്ടിൽ പൊതുവെ റിയാക്ഷൻ കാണില്ല. അത് വീട്ടിൽ പൊതുവെ റിയാക്ഷൻ കാണില്ല. മോനെ വേണ്ടി എന്താണ് അച്ഛയെ കാണിച്ചത്? അതെ, നമ്മുടെ ഏറ്റവും വലിയ നമ്മളുടെ അവർ ഒരിക്കലും നമ്മുടെ മക്കൾ നമ്മളെ പറ്റി പോസിറ്റീവ്, അവർ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? എന്താ ഇത് എന്താണ് അച്ഛയെ കാണിച്ചത്? അടിച്ചു കയറി വാ. വാട്ട് ഈസ് ദിസ് മമ്മി? മമ്മി ഇത് ഒരു സിനിമയുടെ ജലോത്സവ സിനിമയില് ആണോ? ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ ഡാഡി പറഞ്ഞ് പോലുണ്ട്. പ്ലസ് ഇതിന് ഇപ്പോൾ സുധീർ ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ, ഞങ്ങൾ വർക്ക് ചെയ്തതാണ്, ഞങ്ങളത് ചെയ്തതാണ്. സോ നമുക്ക് എപ്പോഴും സന്തോഷിക്കാനേ ഉള്ളൂ, തീർച്ചയായിട്ടും ആഘോഷിക്കാനേ ഉള്ളൂ. സുധീരേട്ടൻ എങ്ങനെ? അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എവിടെ ചെന്നാലും ഹലോ എങ്ക പോത്താലും നീ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അതിന് പ്രത്യേക സുഖമാണ്. നമ്മൾ ചെയ്തു വെച്ച സാധനം അത് കുറേ വർഷങ്ങളായാലും നമ്മളോട് കൂടി അത് ആ ഡയലോഗ് മണ്ണടിക്കുന്ന എന്ന് പറഞ്ഞ നല്ലൊരു കാര്യമാണ്. ഇത് ഈ അടിച്ചു കയറുക. നമ്മുടെ ചാക്കോച്ചനും അവരൊക്കെ ഈ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരുപാട് പേര് ഈ ഡയലോഗുകൾ പല പടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും റീച്ചായത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ റിയാസ് ഖാൻ പറഞ്ഞ ഡയലോഗാണ്. അതിലൊരുപാട് സന്തോഷം അല്ലെ. അവർക്കപ്പോൾ എത്ര സന്തോഷം, നമുക്കിത് കേൾക്കുമ്പോഴും പറയുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ. പിന്നെ ഇതും കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ കെട്ടിറങ്ങും. അടുത്തൊരു സാധനം വരുമ്പോൾ അത് നാച്ചുറലാണല്ലോ. ഒരു സംഭവം വരുമ്പോൾ കുറച്ച് നാൾ ആ കാര്യങ്ങൾ പോവും. അത് കഴിഞ്ഞ് അടുത്തൊരു സാധനം വരുമ്പോൾ ഈ സാധനം ഉണ്ടാവണോ? അത് അങ്ങനെയാണ്. അതങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇന്നിപ്പോ ഇപ്പൊ റെഡിയാണ്, നാളെ എല്ലാം എല്ലാം പോകും. അതൊന്നും വലിയ കാര്യമാക്കരുത്. വാട്ട് യു ഹാവ് ടു ഡു ഇസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ്. പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ വരുമ്പോൾ യു വിൽ ഹാവ് കറക്റ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ കയറി പിടിക്കണം. അതിന് വേറൊരു വാക്കും കൂടി പറയാൻ ലക്ക് എന്ന്. ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. നമ്മളെപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം. ഒരു സാധനം കിട്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആയിരുന്നു. ഓൾവേസ് പ്രിപ്പയർ. നമുക്കൊരു സിനിമയിൽ നമുക്ക് ജനങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു ഡയലോഗ് കിട്ടുന്നവർ അതിൽ ലക്കാണത്. നമ്മൾ എല്ലാം ഓർത്തിരിക്കുന്ന നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞ ലക്കാണ്. അതിൻ്റെ കൂടെ തന്നെ കാശ് കിട്ടുന്നതും ഇത്രയും മതി, പൈസക്കാർ ഇത്രയും മതി. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ സജീവമായിട്ട് ഉണ്ട് റിയാസ് ഖാൻ എന്നുള്ളത് പ്രശംസനീയമായ ഒരു കാര്യമാണ് അല്ലെ. കുറച്ച് നാൾ വന്ന വില്ലന്മാരെ പിന്നെ കുറെ കാലം നമ്മൾ കാണില്ലേ, പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ മമ്മൂട്ടിയുടെ ടർബോല് വരെയും ആളുണ്ട്. അപ്പൊ ആളുകളെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്, ആരും മറന്നിട്ടില്ല. അപ്പോൾ ഈ സിനിമയിൽ നിലനിൽക്കുന്നതിനെ പറ്റിയും റിയാസ് ഖാന് അഭിപ്രായമുണ്ട്. ഞങ്ങളുടെ ജോലിയാണ് ഇത്രയും വർഷം സിനിമയിൽ പിടിച്ചു നിൽക്കേണ്ട, ഞങ്ങളുടെ ജോലിയാണ്. ഇപ്പൊ ഇയാൾ വിളിച്ചില്ല, മറ്റേ ആൾ വിളിച്ചില്ല, പരാതി ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. പരാതി പറഞ്ഞിട്ട് ഇന്ന ആൾ വിളിച്ചില്ല. എല്ലാ സിനിമയിലും എല്ലാവർക്കും ഇങ്ങനെ എല്ലാവരും വിളിക്കാൻ പറ്റില്ല. ഇറ്റ്സ് അവർ ജോബ്. എൻ്റെ ജോലിയാണ്. ഞാൻ സിനിമയിൽ ഇത്രയും വർഷം ഉണ്ട്, ഇനിയും നിൽക്കും, ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നു. ദാറ്റ്സ് മൈ ജോബ്. അതെ, അത് വളരെ ശരിയാണ്. അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ താല്പര്യമാണ്.
അത് ഏത് ഫീൽഡിലാണെങ്കിലും നമ്മളത് ചെയ്യണോ വേണ്ടയോ, ഈ ഫിലിമിൽ പിടിച്ചു നിൽക്കണോ വേണ്ടയോ, തുടർന്ന് ഉണ്ടാവണോ, അത് ഇന്നത്തോടെ കുറച്ച് നാള് ചാൻസ് വന്നില്ലെങ്കിൽ അവസാനിപ്പിക്കണോ, അല്ലെങ്കിൽ എനിക്ക് ഇനിയും വരണം, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു താല്പര്യമാണ്. എൻ്റെ വീഡിയോ കാണാൻ ആരില്ലെങ്കിലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് അത് ഈ നിലനിൽക്കണം എന്നുള്ള ആവശ്യം ആരുടെയാണ്, അതനുസരിച്ച് നിൽക്കുക. അതാണ് ഈ പറയുന്ന നമ്മുടെ ടർബോയിലെ ഡിസുസൈഡി, ജലോത്സവത്തിലെ ദുബായ് ജോസിന്റെ തൊപ്പി വെച്ചിട്ടുള്ള റിയാസ് ഖാന്റെ ആ ഒരു ഈ ഫീൽഡിലെ ഇത്രയും പിടിച്ചു നിൽക്കുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പേർക്ക് നേരത്തെ പറഞ്ഞ പോലെ പുതിയ ജനറേഷനിലുള്ള ഒരുപാട് പേർക്ക് ഈ പറയുന്ന റിയാസ് ഖാൻ ആരാണെന്നോ ഒന്നും അറിയാത്തവരുണ്ടാവും. പക്ഷെ ഇപ്പോ ഈ കേറി വാടാ മക്കളെ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഡയലോഗ് ഈ ഒരു ഇത്രയും റീച്ച് ആയിപ്പോ, ട്രെൻഡിങ് വൈറൽ ആയിപ്പോ, കൊച്ചു കുട്ടികൾ മുതലേ അവർക്ക് അറിയാത്തതില്ല. ഇനി അവര് റിയാസ് ഖാനെ കാണുമ്പോൾ ഈ ഒരു ഡയലോഗ് ആവും പറയാം. ഇനി അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന ആൾ ആരാണെന്ന് ഈ ഒരു ഡയലോഗിൽ കൂടിയാണ് അവരറിയാം. പക്ഷെ ഇനി പടങ്ങൾ ടി വിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതൊക്കെ രീതിയിൽ ഇപ്പൊ ഈ വൈറൽ വീഡിയോസ് കണ്ട കൊച്ചു കുട്ടികൾ മുതൽ ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ഇനി വേറെ പടങ്ങൾ കാണുമ്പോൾ അവർ പറയാൻ പോകുന്നത് ഈ ഡയലോഗിൽ ഉണ്ടായിരുന്ന ആ ചേട്ടനല്ലേ അത് എന്ന് അവർക്ക് മനസ്സിലാവും. അല്ലാതെ റിയാസ് ഖാൻ ഇത്രയും പടങ്ങൾ ചെയ്തു അത് കാണാത്തവർക്ക് അതറിയില്ലെങ്കിലും പക്ഷെ ഈ ഒറ്റ ഡയലോഗിലൂടെ ഇനി അവരുടെ മനസ്സിൽ നിന്ന് ഈ പുള്ളി പോവില്ല. അതിന് ഉദാഹരണമായി കമലഹാസൻ പറഞ്ഞ ബിഗ് ബോസിനെ പറ്റിയുള്ള ഒരു കാര്യം കൂടി നമ്മുടെ റിയാസ് ഖാൻ പറയുന്നുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ജനറേഷൻ കാണാതെ പോയ സിനിമയാണത്. ദറ്റ് ഈസ് പ്രസന്റ് ജനറേഷൻ. അവർ അതിൽ നിന്ന് കുറേ ദൂരെ വന്ന് വേറൊരു വേർഷൻ ഓഫ് മൂവീസാണ് അവർ ദേ ആർ വാച്ചിങ്. സോ ജലോത്സവം. സോ അവർക്കത് കാണാൻ പറ്റുമ്പോൾ വി ആർ വെരി ഹാപ്പി. ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അത് കാണുമ്പോൾ അഗെയിൻ യു ആർ നോൺ ടു ദം, മച്ച് മോർ നോൺ ടു ദം. ദേ നോ, ഇപ്പോഴത്തെ ജനറേഷനോ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോ പുള്ളി ഒരു ആക്ടർ ആണല്ലോ എന്ന് അറിയാൻ പറ്റും. വെൻ റിലീസ് ചെയ്ത് അതിൽ കൂടെ ആകുമ്പോൾ ഓ ഓക്കെ എന്ന്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കമൽഹാസൻ സാറില്ലേ, കമൽഹാസൻ സാറിന് ചെറിയ കുട്ടികൾ പറയുന്നത് ബിഗ് ബോസിൽ വന്നവർ തന്നെ സത്യം ആലോചിച്ച് നോക്കണേ. See, he is happy. Sir is happy. Sir is very happy. The children know. പിള്ളേർക്ക്, ചെറിയ കുട്ടികൾക്ക് എന്നെ ബിഗ് ബോസിൽ അങ്കിൾ എന്നാ വിളിക്കുന്നത്. ഐ എം ഹാപ്പി. ഐ എം കണക്ടിങ് ടു ദം. പിന്നീട് വിക്രം വന്ന് അവരുടെ ജനറേഷൻ ഒരു വിക്രം വന്ന് അവരുടെ വിക്രം കണ്ട് ബിഗ് ബോസ് അങ്ങനെ സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. നമ്മൾ വേണം അതിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ട്. ആ പറഞ്ഞത് സത്യമാണ് അല്ലേ? ഇപ്പൊ കമലഹാസന്റെ പടങ്ങൾ കാണാത്ത ഇന്നത്തെ കൊച്ചു കുട്ടികൾ, ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അവരറിയില്ല. പക്ഷെ എല്ലാ ദിവസവും തങ്ങളുടെ വീട്ടിൽ അതിഥിയായി ടി വിയിൽ വരുന്ന ഒരാളുടെ പോലെയാണ് ബിഗ് ബോസിൽ കമലഹാസൻ വരുമ്പോ. അപ്പൊ അവരെ മനസ്സിൽ അതൊരു ബിഗ് ബോസ് അങ്കിളാണ് അല്ലെ? അപ്പൊ അവർക്ക് പിന്നീട് അവര് വിക്രമിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പടങ്ങളിൽ കാണുമ്പോഴോ ഇത് ബിഗ് ബോസ് അങ്കിൾ അല്ലേ എന്നാണ് പറയാ. ഇത്രയും വലിയൊരു ഉലക നായകനാണെന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ അതുപോലെയായി ഇപ്പൊ റിയാസ് ഖാന്റെ കാര്യം. കാരണം ഈ ഒരു റീച്ച് ആയിട്ടുള്ള ഈ അടിച്ചു കയറി വാ മക്കളെ എന്നുള്ള ഡയലോഗ് എല്ലാ കുട്ടികൾക്കും ഇപ്പൊ അറിയാം. പക്ഷെ ഇനി പുള്ളീനെ ഏതെങ്കിലും പടങ്ങളിൽ ടി വിയിലൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫിലിമിലൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഈ ഒരു ഡയലോഗ് വഴി ആ കുട്ടികൾ തിരിച്ചറിയും. അതൊരു സന്തോഷം തന്നെയാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഏത് രീതിയിലാണെങ്കിലും അത് അവരുടെ മനസ്സിൽ ആ ഒരു മുഖം അവര് പറഞ്ഞ ഡയലോഗുകളും ഓർത്തു വെക്കുന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ റിയാസ് ഖാൻ പേരില് ഒരു ഗാനൊക്കെ ഉള്ള ഹിന്ദിക്കാര് ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാനൊക്കെ പോലെയുള്ള പോലെ തന്നെയാണ് ബോഡിയും മുഖഷേപ്പൊക്കെ കണ്ടത്. ഞാൻ ഫസ്റ്റൊക്കെ വന്നപ്പോ ഒരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചത്. പക്ഷെ പുള്ളി അടിപൊളിയാണ്. പുള്ളിക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ ബോഡി കിടിലം ബോഡിയാണ്. ഇപ്പോഴും പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ സുധീറിന്റെ റോൾ മോഡലാണ് ഈ പറയുന്ന നമ്മുടെ റിയാസ് ഖാൻ. അപ്പൊ ഫിറ്റ്നസിനെ പറ്റി ഫിറ്റ്നസ് എന്ന് വെച്ചാല് എൻ്റെ ഫിറ്റ്നസ് ലോകത്തിൽ എൻ്റെ റോൾ മോഡൽസ് അബൂക്ക, റിയാസ് ഭായ്, ഇവരൊക്കെ തന്നെയാണ്. ഇതിലൊരു മേളിൽ നിൽക്കുന്ന ഒരാളുണ്ട് മമ്മൂക്ക. അത് വേറെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഇവരൊക്കെ തന്നെയാണ് എൻ്റെ റോൾ മോഡൽസ്. എനിക്ക് ആ സിനിമയിൽ വന്ന് ഞാൻ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അടുത്ത പടത്തിൽ ഇദ്ദേഹത്തെ പോലെ ബോഡി ഉണ്ടാക്കണം എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ സത്യമാണ്. കാര്യം ഞാൻ ഭയങ്കര ഫാനാണ്. കാര്യം ഇദ്ദേഹം അത് വർക്കൗട്ട് വിട്ടുള്ള ഒരു പരിപാടിയല്ല. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് ചെറിയൊരു ബ്രേക്ക് വന്നു. ബ്രേക്കിലേക്ക് നമ്മൾ കിടക്കണ്ട എന്തുകൊണ്ടാണെന്നുള്ളത്.
അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് എല്ലാവരും പറഞ്ഞ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം. അതായത് ഇത് അമ്പലമാണ്, ഈ അമ്പലം കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിക്കും നമ്മൾ. അതെ. അപ്പൊ ഈ നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്നത് ഒരു അമ്പലമാണ്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്കത് എന്താ പറയുക, നമ്മളുണ്ടാവില്ലല്ലോ. നമ്മളത് നല്ല ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ട് ഇരിക്കണം. അതുകൊണ്ട് ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് വേണം. ഇപ്പോഴും റിയാസ് ചെറുക്കോടെ ഇങ്ങനെ നിൽക്കുന്നത് അത് കാരണമാണെന്നാണ് പറയുന്നത്. ഇനി അപ്കമിങ് പ്രൊജക്റ്റിനെ പറ്റി അടുത്ത സിനിമ വരികയാണ്, ഈ വരുന്ന DNA എന്ന് പറയും. സുരേഷ് ബാബു സാർ സംവിധാനം ചെയ്ത അക്ബർ ട്രാവൽസ് സ്റ്റുഡിയോ ചെയ്യുന്ന അസ്കർ സൗദാൻ നായകനായിട്ടുള്ള ഞങ്ങൾ രണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. പിന്നെ ഇനിയിപ്പം അടുത്തത് കണ്ണൻ അവർക്കുള്ളത് വിരുന്ന് റിലീസിന് തയ്യാറായി നിൽക്കുന്നത് അർജുൻ സാറിൻ്റെ തമിഴ്, ഞാനാണ് വില്ലൻ. പിന്നെ 5 സെൻറ്റ് സലീനയും ബെന്നിപ്പി നായരമ്പലം, പിന്നെ എൻ്റെ സ്ക്രിപ്റ്റിൽ പിന്നെ എഴുതുന്ന പടം, ഡയറക്ടറുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, അയ്യോ കൺഫ്യൂഷനായി, മെമ്മറി കുറച്ച് പ്രശ്നമുണ്ട് ഇപ്പം. അപ്പം പിന്നെ നമ്മുടെ സെക്കൻഡ് ക്ലാസ് യാത്ര ഡയറക്റ്റ് ചെയ്ത, അയ്യോ അത് പറഞ്ഞില്ലേ മോശമല്ലേ അത്, അതെ. അപ്പോൾ അങ്ങനെ ഒരു പറ്റ ഇത് ഗുമസ്തൻ, ഏതൊക്കെയോ സിനിമകൾ. അടിച്ചു കയറി ഏതൊക്കെ സിനിമയാണ് വരാനുള്ളത്? അടിച്ചു കയറി പറഞ്ഞ പോലെ TS സുരേഷ് ബാബു സാറിൻ്റെ പടം ഹാപ്പി ന്യൂ ഇയർ സിനിമയുണ്ട്. 2 സിനിമ ഷൂട്ടിംഗ് പോയി റിലീസ് ചെയ്തത്. തമിഴിൽ 3 കിടപ്പുണ്ട്. ഒന്ന് സുന്ദർസി, ഞാൻ അനുരാഗ് കശ്യപ് ചെയ്തത്, പ്രഭുദേവ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം. അങ്ങനെ ഉണ്ട്, ലിസ്റ്റായിട്ട് പറയുന്നില്ല, ഉണ്ട്. വളരെ സന്തോഷം. ജംഗ്ഷൻ ആന്റണി കേട്ടോ, ജംഗ്ഷൻ ആന്റണി സെക്കൻഡ് അദ്ദേഹമാണ്. പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഒമർ ലുലു ഡയറക്റ്റ് ചെയ്യുന്ന ബാഡ് ബോയ്സ്. അതിനകത്ത് കിട്ടില്ലം വേഷം, ഗംഭീര വേഷം, ചിരിച്ചു മരിക്കും. ഞാൻ തന്നെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അപ്കമിങ് പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി ഞാനും കണ്ടായിരുന്നു, അതിലും ഇപ്പോൾ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ മറന്നു പോവാവുന്ന ഒരു പടമായിരുന്നു ജലോത്സവം. അത് ഇപ്പം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ എടുത്ത് കാണുന്നുണ്ടാവും. അതുപോലെ ഈ ഒരു നടനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും അറിയപ്പെട്ടു. ഈ ഒരൊറ്റ ഡയലോഗിൽ കൂടെ മറന്നു പോകാവുന്ന ആളുകളെയും അല്ലെങ്കിൽ മറക്കാവുന്ന ഡയലോഗുകൾ, ഡയറക്റ്റ് എന്താ പറയുക ഫിലിമുകൾ, അതൊക്കെ ഇങ്ങനെ ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് വീണ്ടും എല്ലാവരെയും എയറിലാക്കി എല്ലാവരും ഓർമ്മയിലേക്ക് വന്ന് എത്തിക്കാൻ നമ്മുടെ റിയാസ് ഖാൻ എന്നുള്ള ആളുടെ ഈ ഒരൊറ്റ ഡയലോഗ്, കേറി വേണം മക്കളെ. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് കയറി വാടാം മക്കളെ. ബൈ.